എനിക്ക് ഉറങ്ങണ്ട. ആ, അമ്മ രാത്രിയിൽ ഉറങ്ങാൻ വിളിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നത് അല്ലേ? എനിക്ക് ഉറങ്ങണ്ട. അപ്പോൾ കുഞ്ഞുമണികളെ, ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരും ഇത് തന്നെയാണ്, എനിക്ക് ഉറങ്ങണ്ട. ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഒരു കടുവാക്കുട്ടി. നിങ്ങളെപ്പോലെ തന്നെ ഒരു മിടുക്കൻ കുട്ടിയാണ് നമ്മുടെ ഈ കഥയിലെ കടുവാക്കുട്ടി. പക്ഷെ ഒരു കുഴപ്പം മാത്രം, അവന് രാത്രിയായാൽ ഉറങ്ങാൻ പോകാൻ താല്പര്യമില്ല. രാത്രിയിലും കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകണം. നമുക്ക് നോക്കാം എന്താണ് ഈ കടുവക്കുട്ടിയുടെ കഥയെന്ന്. കടുവക്കുട്ടി വളരെ കുസൃതിയായിരുന്നു. അവന് ഉറങ്ങാൻ പോകുന്നത് ഇഷ്ടമേ അല്ല. എല്ലാ ദിവസവും രാത്രിയിൽ അമ്മ കടുവ പറയും, മോനെ വാ, ഉറങ്ങാൻ സമയമായി. കടുവക്കുട്ടി എനിക്ക് ഉറങ്ങണ്ട എന്ന് പറഞ്ഞു ഓടി നടക്കും. ഒരു ദിവസം അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ പറഞ്ഞു, ശരി, നീ ഉറങ്ങണ്ട, എങ്ങോട്ട് വേണേലും പൊയ്ക്കോ. ഇത് കേട്ടതും കടുവക്കുട്ടിക്ക് വലിയ സന്തോഷമായി. എന്നാ പിന്നെ പൊക്കളയാം എന്ന് പറഞ്ഞു അവൻ വാലും ചുരുട്ടി ഒരു ഓട്ടം വെച്ചു കൊടുത്തു. നേരെ പോയത് അവന്റെ കൂട്ടുകാരനായ സിംഹക്കുട്ടിയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ സിംഹം കഥയൊക്കെ പറഞ്ഞുകൊടുത്ത് അവനെ ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കടുവക്കുട്ടിയെ കണ്ടപാടെ അച്ഛൻ സിംഹം ചോദിച്ചു, ഗർർ, നീ എന്താ ഇപ്പോ ഇറങ്ങി നടക്കുന്നേ? നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ? എനിക്ക് ഉറങ്ങണ്ട, നമ്മുടെ കടുവക്കുട്ടി പറഞ്ഞു. എന്നിട്ടൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അച്ഛൻ സിംഹം അവനെ കൂടി പിടിച്ചുറക്കാൻ ശ്രമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, ഇനി എന്റെ കൂട്ടുകാരനായ കുട്ടിക്കാണ്ടാമൃഗത്തെ കാണാം. അങ്ങനെ കുട്ടിക്കാണ്ടാമൃഗം താമസിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവനൊരു നദിയിൽ കുളിക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ കുളി. നീ എന്താ ഇനിയും ഉറങ്ങുന്നില്ലേ? അച്ഛൻ കാണ്ടാമൃഗം ഇങ്ങനെ ചോദിച്ചതും കുട്ടിക്കടുവ വാലും ചുരുട്ടി ഒരൊറ്റ ഓട്ടം. അല്ലെങ്കിൽ ഒരു പക്ഷെ അച്ഛൻ കാണ്ടാമൃഗം അവനെ കൂടി പിടിച്ച് കുളിപ്പിച്ചാലോ, എന്നിട്ട് ഉറക്കിയാലോ? എന്നിട്ടവൻ നേരെ പോയത് അവന്റെ അടുത്ത കൂട്ടുകാരനായ ആനക്കുട്ടിയുടെ അടുത്താണ്. ആനക്കുട്ടി എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നോ? അവന്റെ കട്ടിലിൽ അമ്മ പറയുന്ന കഥയൊക്കെ കേട്ടിങ്ങനെ കിടക്കുകയാണ്. കടുവക്കുട്ടിയെ കണ്ടപാടെ ആനയമ്മ ചോദിച്ചു, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറങ്ങണ്ട, കടുവക്കുട്ടി പറഞ്ഞു. എന്നിട്ട് അവൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഒരു പക്ഷേ ആനയമ്മ അവനെയും കൂടി ഉറങ്ങാൻ പിടിച്ചു കിടത്തിയാലോ? എന്നിട്ടവൻ നേരെ പോയത് അവന്റെ കൂട്ടുകാരനായ കുട്ടിക്കുരങ്ങന്റെ അടുത്തേക്കാണ്. അവൻ അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് അമ്മക്കുരങ്ങിനെയാണ്. അവനെ കണ്ടപാടെ അമ്മക്കുരങ്ങ് ചുണ്ടത്ത് വിരല് വെച്ച് ശബ്ദമുണ്ടാക്കരുത് എന്ന് ആംഗ്യം കാണിച്ചു. കുഞ്ഞിക്കുരങ്ങൻ ഉറങ്ങുകയാണ്, അവനെ ഉണർത്തരുത്. നമ്മുടെ കടുവക്കുട്ടിയെ നോക്കിയപ്പോൾ മരച്ചില്ലയിൽ കെട്ടിയ ഒരു തൊട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്നു നമ്മുടെ കുട്ടിക്കുരങ്ങൻ. അമ്മക്കുരങ്ങൻ ചോദിച്ചു, നീ എന്താ ഉറങ്ങാത്തേ? എനിക്ക് ഉറങ്ങണ്ട. എന്നിട്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഒരു പക്ഷേ അമ്മക്കുരങ്ങ് അവനെ കൂടി പിടിച്ചുറക്കിയാലോ? കടുവക്കുട്ടിക്ക് ആകെ സങ്കടമായി. സിംഹക്കുട്ടിയുടെ കൂടെയും കാണ്ടാമൃഗക്കുട്ടിയുടെ കൂടെയും കുരങ്ങൻകുട്ടിയുടെ കൂടെയും ആനക്കുട്ടിയുടെ കൂടെയും അവന് രാത്രിയിൽ കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. സൂര്യൻ പോലും ഉറങ്ങാൻ പോയി. എല്ലായിടത്തും ഇരുട്ട് മാത്രം. പെട്ടെന്നൊരു ശബ്ദം. കടുവക്കുട്ടി, നീ എന്താ ഇനിയും ഉറങ്ങാത്തത്? മുകളിൽ ഒരു മരത്തിലിരുന്ന് മൂങ്ങയമ്മാവൻ ചോദിച്ചു. ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വന്നതാ, പക്ഷെ എല്ലാരും ഉറങ്ങാൻ പോവാണ്. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ വഴി അറിയില്ല, അമ്മയെ കാണണം. നമ്മുടെ കടുവക്കുട്ടി പറഞ്ഞു.
ശരി ശരി, നീ സങ്കടപ്പെടണ്ട, ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. മൂങ്ങ അമ്മാവൻ കടുവക്കുട്ടിയും കൂട്ടി അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയാണെങ്കിലോ ഇരുട്ടത്തിറങ്ങിപ്പോയ മകനെ കാത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. കടുവക്കുട്ടിയെ കണ്ടതും അമ്മയ്ക്ക് വലിയ ആശ്വാസമായി. മൂങ്ങയമ്മാവനോട് അമ്മ നന്ദി പറഞ്ഞു. അമ്മാവനെ കെട്ടിപ്പിടിച്ചു. അമ്മാവന്റെ മുഖവും കൈയും കാലും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഉറങ്ങാൻ കിടത്തി. ഇത്തവണ നമ്മുടെ കടുവക്കുട്ടി എന്തു പറഞ്ഞു? അത് തന്നെ, എനിക്ക് ഉറക്കം വരുന്നു. കഥ ഇഷ്ടമായോ? അപ്പോൾ ഇനി മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.